Hello, good morning everybody. How are you all? I hope all are well. Okay. ഇന്ന് നമുക്ക് നമ്മുടെ കെമിസ്ട്രിയിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ ബോണ്ടിങ് രാസബന്ധനം എന്നുള്ള ചാപ്റ്റർ പഠിക്കാം. നമുക്കറിയാം നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് ബോണ്ടിങ് ഉണ്ട് അല്ലേ. നമ്മൾ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, അതേപോലെ തന്നെ കസിൻസ്, അതേപോലെ ഗ്രാൻഡ് പാ, പേരൻസ്, അങ്ങനെ ഒരുപാട് ബോണ്ടിങ്ങുകൾ അല്ലേ. അവർ തമ്മിലുള്ള ഒരു ബോണ്ടാണ് നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ എലമെൻറ്റുകൾ തമ്മിലും എന്തുണ്ട്, ബോണ്ടുകളുണ്ട് അല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പീരിയോഡിക് ടേബിൾ എന്താണെന്നും അതിൽ കുറച്ച് എലമെൻസുകളൊക്കെ ഗ്രൂപ്പുകളും പീരിയഡുകളൊക്കെ ആക്കി തിരിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ നമ്മളിവിടെ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ നോക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ നമ്മൾ കുറച്ച് എലമെൻറ്റുകളെ കാണാൻ കഴിയും അല്ലേ. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പീരിയോഡിക് ടേബിളിലെ 18ാമത്തെ ഗ്രൂപ്പിലെ 18th ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരാണ് ഇവിടെ കാണുന്ന ഈ ആൾക്കാർ. ഓക്കെ, ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മുഴുവൻ ആൾക്കാരുടെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 8 അല്ലേ. അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം 8. ഹീലിയത്തിന് ഒഴികെ അല്ലേ. ഹീലിയം നമുക്ക് അതെന്താണെന്ന് ഞാൻ പറയാം. അതൊഴികെ ബാക്കി നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, ഈ പറയുന്ന എല്ലാ എലമെൻറ്റുകളുടെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 8. ഓക്കെ, ഇനി ഹീലിയം എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ഈ ഒരു കൂട്ടത്തിൽ പെടുത്തിയത്? നമുക്ക് പറയാം, ഈ 8 ഇലക്ട്രോൺ നമ്മുടെ ഓരോ എലമെൻറ്റും കെമിക്കൽ റിയാക്ഷനുകളിൽ ഏർപ്പെടുന്നത് അവർക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ 8 ഇലക്ട്രോൺ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ സ്റ്റേബിളാണ്, അതായത് സ്റ്റേബിൾ എലമെൻ്റാണ്. പിന്നീട് അവരൊരു റിയാക്ഷനിലും ഏർപ്പെടില്ല. ദാറ്റ് മീൻസ് അവർ പിന്നെ ഒരു എലമെൻറ്റിനെ അങ്ങോട്ട് കൊടുക്കാനോ ഒരു എലമെൻറ്റിനെ ഇങ്ങോട്ട് വാങ്ങിക്കാനോ പോകില്ല എന്നർത്ഥം. ഓക്കെ, ഇനി ഹീലിയം എന്തുകൊണ്ടാണ്? ഹീലിയത്തിന് ഒരൊറ്റ ഷെല്ലേ ഉള്ളൂ അല്ലേ. നമുക്കറിയാം നമ്മുടെ കെ ഷെല്ലാണ് ഫസ്റ്റ് ഷെല്ല്. ഈ ഫസ്റ്റ് ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2 അല്ലേ. അപ്പോൾ ആ 2 എന്ന് പറയുന്നത് നമ്മുടെ ഹീലിയത്തിന് ഉള്ളത് കൊണ്ട് അയാൾക്കൊരൊറ്റ ഷെല്ലിൽ അയാൾ സ്റ്റേബിളാണ്. സോ സ്റ്റേബിൾ എലമെൻറ്റ്സിൻ്റെ കൂട്ടത്തിൽ ഹീലിയം വന്നു. ഓക്കെ, അതേപോലെ സ്റ്റേബിൾ ആയിട്ടുള്ള എലമെൻറ്റുകളാണ് നമ്മൾ നോബൽ ഗ്യാസസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. അതാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ 18ാമത്തെ ഗ്രൂപ്പിലെ ആൾക്കാർ. ഓക്കെ, അപ്പോൾ എല്ലാ എലമെൻറ്റും എന്തല്ല, സ്റ്റേബിൾ അല്ല അല്ലേ. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഇല്ലാത്തവരൊന്നും സ്റ്റേബിൾ അല്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരാറ്റം കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നു അല്ലേ. എന്താണ് ആറ്റം? ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടൊക്കെ ആയി മാറണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം? അവരെ കെമിക്കൽ റിയാക്ഷനുകളിൽ ഏർപ്പെടണം, വേണ്ടേ? ഓക്കെ, കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നു. ദെൻ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെട്ടാൽ കെമിക്കൽ ബോണ്ട് ഉണ്ടാവുന്നു. ദെൻ അവിടെ നിന്ന് എന്താണ്? കെമിക്കൽ ബോണ്ടിലൂടെ അവർക്ക് എന്ത് തികയാണ്? 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ചെയ്യുന്നു. അതായത് ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലേ. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോൺ 8 കംപ്ലീറ്റ് ആവുന്നതിനെയാണ് നമ്മൾ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അഥവാ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ഒക്ടറ്റ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവർ എന്തായിട്ട് മാറി? അവർ സ്റ്റേബിളായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു എലമെൻറ്റ് സ്റ്റെബിലിറ്റി കൈവരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ എന്താണ് ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ? ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇൻ എൻ ആറ്റം ഇസ് എ സ്റ്റേബിൾ അറേഞ്ച്മെൻറ്റ് അല്ലേ. അതൊരു സ്റ്റേബിൾ അറേഞ്ച്മെൻ്റ് ആണ്. നോബൽ ഗ്യാസസ് പൊസസ് ദിസ് അറേഞ്ച്മെൻറ്റ്. നോബൽ ഗ്യാസസ് ഓൾറെഡി എന്തുണ്ട്? ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ട്. ദേ ഹാവ് 8 ഇലക്ട്രോൺസ് ഇൻ ദെയർ ഔട്ടർ മോസ്റ്റ് ഷെൽ, ഹെൻസ് സ്റ്റേബിൾ. ദെർഫോർ നോർമലി ദീസ് ഗ്യാസസ് ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ അല്ലേ. അപ്പോൾ 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ചെയ്ത് സ്റ്റേബിൾ ആവുന്നതിനെയാണ് നമ്മൾ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയാം. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ദെൻ നമുക്കിവിടെ അറിയാം അല്ലേ, എല്ലാ എലമെൻറ്റും എന്തെല്ലാം സ്റ്റേബിൾ അല്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇപ്പോൾ ഇവിടെ ഞാൻ 2 എലമെൻറ്റുകളെ എടുത്തിട്ടുണ്ട്.
ആരൊക്കെയാണ് ഇത്? നമ്മൾ എടുത്തിട്ടുള്ള 2 എലമെൻ്റ് ആരൊക്കെയാണ്? ഇവിടെ നോക്ക്, ഇവിടെ എടുത്തിരിക്കുന്ന 2 എലമെൻറ്റിൽ ഒരാൾ മാഗ്നീഷ്യമാണ്, ഒരാൾ ഓക്സിജനാണ് അല്ലേ. മാഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം. മാഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ് അല്ലേ. 12 ആകുമ്പോൾ കോൺഫിഗറേഷൻ നമുക്കറിയാം. ഒന്നാമത്തെ ഷെല്ലിൽ 2 ആണ്, രണ്ടാമത്തെ ഷെല്ലിൽ 8 ആണ്, മൂന്നാമത്തെ ഷെല്ലിലും 2 ആണ്. ഓക്കെ. ഇനി ഓക്സിജൻ്റെത് നമുക്കറിയാലോ. എത്രയാണ് ഓക്സിജൻ്റെത്? 8 ആണല്ലേ. അപ്പോൾ എങ്ങനെ വരും? ഓക്സിജൻ്റെത് ഒന്നാമത്തെ കെ ഷെല്ലിൽ 2ഉം രണ്ടാമത്തെ ഷെല്ലിൽ 6ഉം ആണ് വരിക അല്ലേ. അപ്പോൾ ഇവർ 2 പേരും നോക്കിയാട്ടെ, ഇവർ 2 പേരും സ്റ്റേബിൾ ആണോ? നോ, ബിക്കോസ് ഇവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് അല്ല. സോ ഇവരെന്തല്ല? സ്റ്റേബിൾ അല്ല അല്ലേ. അപ്പോൾ ഇവർ സ്റ്റേബിൾ ആയാൽ മാത്രമേ നമുക്ക് ഒരു അയേണായിട്ട് ഇവരെ കൺസെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ. അപ്പോൾ ഇവർ സ്റ്റേബിൾ അല്ലാതെ നമുക്ക് മനസ്സിലായി. ഇനി എങ്ങനെയാണ് ഇവർ സ്റ്റേബിൾ ആവുക? വളരെ സിമ്പിളാണ്. നമ്മളെ ഇലക്ട്രോൺ, അതായത് ഇവർ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും അല്ലേ. നമുക്കറിയാം ഇവിടെ 2, 8, 7 എന്നാണ് മാഗ്നീഷ്യത്തിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ കാണുന്നത് അല്ലേ. 2, 8, 7. ഓക്കെ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. 2, 8, 7, 2 എന്ന് പറയുന്നത് നമുക്കറിയാം ഇയാൾ എന്തല്ല? സ്റ്റേബിൾ അല്ല അല്ലേ. ഇയാൾ സ്റ്റേബിൾ അല്ല എന്ന് നമുക്കറിയാം. ഓക്കെ. അപ്പോൾ സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇയാളെ സ്റ്റേബിൾ ആക്കണം. എങ്ങനെയാണ് നമ്മൾ സ്റ്റേബിൾ ആക്കുക? ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്കെ, സെക്കൻഡ്. ഓക്കെ, 2, 8, 2. നമുക്കറിയാം എപ്പോഴും ഈ ഒരു എലമെൻറ്റിന് 2 ഇലക്ട്രോണിനെ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഇയാൾക്ക് 3 ഷെല്ലുണ്ട്. 2, 8, 2 കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല് അല്ലേ. അപ്പോൾ ഈ 2 ഇലക്ട്രോണിനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇയാൾ സ്റ്റേബിൾ ആവില്ലേ? ഇയാളുടെ ഔട്ടർമോസ്റ്റ് ഷെല്ല് എന്ന് പറയുന്നത് 2, 8 അല്ലേ. ലാസ്റ്റ് ഷെല്ലിൽ 8 ഉള്ളൂ. ഈ 2 ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ സ്റ്റേബിൾ ആകും. അതേപോലെ തന്നെ ഇവിടെ കാണുന്ന നമ്മുടെ ഓക്സിജൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ 2, 6 ആണ്. അപ്പോൾ ഇയാൾക്ക് എന്താണ്? 6നെ വിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അല്ലേ. 2നെ വിട്ട് കൊടുക്കുക എന്ന് പറയുന്നതും 6നെ വിട്ട് കൊടുക്കുക, അതായത് 2നെ ഒരാളുടെ കയ്യിൽ 6 മിഠായിയും ഒരാളുടെ കയ്യിൽ 2 മിഠായി ഉണ്ടെന്ന് വിചാരിക്കുക അല്ലേ. 2 ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചാൽ നമുക്കത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. ഒരു 6 മിഠായിയൊക്കെ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചാൽ നമുക്കത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അല്ലേ. അപ്പം അതേപോലെ 2 ഇലക്ട്രോൺ 3, 4 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആർക്കെങ്കിലും വിട്ട് കൊടുക്കും. പക്ഷേ 6 ആണെങ്കിലും നമ്മൾ എന്താ ചെയ്യുക? ഇതിൻ്റെ കൂടെ ഒരു 2 കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? എനിക്ക് സ്റ്റേബിൾ ആവാം അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ മാഗ്നീഷ്യം എന്ത് ചെയ്യുന്നു? ഈ 2 ഇലക്ട്രോണിനെ മാഗ്നീഷ്യം എന്ത് ചെയ്യാണ്? ഓക്കെ, ഈ 2 ഇലക്ട്രോണിനെ മാഗ്നീഷ്യം അങ്ങോട്ട് ഒഴിവാക്കുകയാണ് അല്ലേ. 2 ഇലക്ട്രോണിനെ അങ്ങോട്ട് വിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വിട്ട് കൊടുക്കുന്നത് കൊണ്ട് 2+ അയണായിട്ട് മാറുന്നു അല്ലേ. എപ്പോഴും നമ്മൾ ഒരാൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പോസിറ്റീവ് ആയിരിക്കും അല്ലേ. ഇനി ഇവിടെ ഇതിൻ്റെ കേസാണെങ്കിൽ 6 ഉണ്ട് അല്ലേ. ഇനി ആകെ എത്രയേ വേണ്ടൂ? ഒരു 2 മാത്രമേ വേണ്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യാണ്? 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ എപ്പോഴും സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് വെറുതെ കിട്ടുന്നതാണല്ലോ അല്ലേ. അപ്പോൾ എവിടെ എന്ത് സംഭവിക്കണതോ 2- അയണായിട്ട് മാറുന്നു. അതെന്തായിട്ട് മാറുന്നു? 2- അയണായിട്ട് മാറുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞത്. ഇവിടെ 2- അയണായിട്ടാണ് മാറുന്നത് ഓക്സിജൻ്റെ കേസിൽ. ഓക്കെ 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 അപ്പോൾ ഇവിടെ 2- അയണായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരാൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവും ഒരാൾ വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നെഗറ്റീവും അല്ലേ. എപ്പോഴും ഗെയിനിങ് ഇലക്ട്രോൺസിന് നെഗറ്റീവാണ് വരിക. എപ്പോഴും കൊടുക്കുക എന്ന് പറയുന്നത് പോസിറ്റീവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ മാഗ്നീഷ്യത്തിൻ്റെ കേസിൽ 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ്, കൊടുക്കുകയാണ്. സോ അയാൾക്ക് പോസിറ്റീവ് ചാർജാണ് ഉണ്ടാവുക. ഇവിടെയോ? ഇവിടെ
നെഗറ്റീവ് ചാർജാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോണിനെയാണ് ഇയാൾ വിട്ടുകൊടുക്കുന്നത്, വാങ്ങിക്കുന്നത്. ഇവിടെ 2 ഇലക്ട്രോണിനെയാണ് ഇവിടെ മാഗ്നീഷ്യം വിട്ടുകൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുക്കുക വാങ്ങുക എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. മാഗ്നീഷ്യത്തിന് എന്താണ് ഇലക്ട്രോണിനെ കൊടുക്കുന്നു, അതേപോലെ ഓക്സിജൻ വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവർ തമ്മിൽ എന്ത് ചെയ്യും, 2 പേരുടെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ത് ചെയ്യും, 2 പേരുടെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സ്റ്റേബിൾ ആകും. ഇവിടെ 2 8 എന്ന് പറയുന്ന ഒരു കോൺഫിഗറേഷൻ വരും, ഇവിടെയും 2 8 എന്ന് പറയുന്ന ഒരു കോൺഫിഗറേഷൻ വരും അല്ലേ. അപ്പോൾ ഇവർ 2 പേരും അങ്ങോട്ട് കമ്പൈൻ ചെയ്തിട്ട് അയോണായിട്ട് മാറും. പിന്നീട് ഇതിനെ നമ്മൾ എന്താ വിളിക്കുക, അയേണുകൾ അല്ലേ. അപ്പോൾ ഇവർ 2 പേരും കമ്പൈൻ ചെയ്തത് എങ്ങനെയാണ്, ഇയാളുടെ പോസിറ്റീവായിട്ടുള്ള 2 ആളെ കൊടുത്തു, സോ ഇയാൾ പോസിറ്റീവായി കാറ്റയോണായി, ഇയാൾ വാങ്ങിച്ചു, സോ ഇയാൾ ആനയോണും ആയി അല്ലേ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഇവർ തമ്മിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അങ്ങനെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സിലൂടെ എന്താണ് കെമിക്കൽ ബോണ്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ അയോണുകളായിട്ട് മാറാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്തായിട്ട് മാറി, മാഗ്നീഷ്യവും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് മാഗ്നീഷ്യം ഓക്സൈഡായിട്ട് മാറി. ക്ലിയർ? ഓക്കെ ആണല്ലോ. ഓക്കെ, ദെൻ ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു കമ്പൈൻ ചെയ്തിട്ട് മാഗ്നീഷ്യം ഓക്സൈഡായിട്ട് മാറി എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത്തരം the attractive force that hold together the atoms in a molecule is called chemical bonding. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കൊടുക്കുക വാങ്ങുക, കൊടുക്കുമ്പോൾ പോസിറ്റീവ് കാറ്റയോൺ, വാങ്ങിക്കുമ്പോൾ നെഗറ്റീവ് ആനയോൺ അല്ലേ. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവുകൾ തമ്മിൽ അവിടെ എന്തുണ്ടാകാണ്, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുകയാണ് അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, chemical bonding എന്ന് വിളിക്കുക. Atoms acquire stability by attaining an 8 electron configuration in their valence shell through chemical bonding. The attractive force that holds together the atoms in a molecule is called chemical bonding. ഓക്കെ, അപ്പോൾ കെമിക്കൽ ബോണ്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ ആറ്റങ്ങൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിലൂടെ ഉണ്ടാകുന്ന ഇത്തരം ബന്ധങ്ങളെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് വിളിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, പിന്നീട് നമ്മൾ ഇതിനെ അയേണുകൾ എന്നാണ് വിളിക്കുക. ഓക്കെ, ആറ്റം മാറി അയേണുകളായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. 287 എന്ന് പറയുന്ന ക്ലോറിൻ്റെ കൂടെ ഒരാറ്റം വന്ന് ചേരുന്നു. ഒരാറ്റം വന്ന് ചേരുമ്പോൾ ഒരാറ്റത്തിനെ വാങ്ങിക്കുമ്പോൾ അയാൾക്ക് നെഗറ്റീവായിട്ട് മാറുന്നു. പിന്നീടുള്ള കോൺഫിഗറേഷൻ 288 എന്ന് പറയുന്ന ക്ലോറൈഡ് അയേണായിട്ട് അയാൾ മാറുന്നു അല്ലേ. സ്റ്റേബിലിറ്റി ഉണ്ടാകുന്നു. ഇനി ഇവിടെ സോഡിയത്തിനെ നോക്ക്, 281 ആണ് സോഡിയത്തിൻ്റെത്. അപ്പോൾ ഈ 1നെ ഇയാൾ എന്ത് ചെയ്യാണ്, വിട്ട് കൊടുത്ത് പോസിറ്റീവ് കാറ്റയോണായിട്ട് മാറുന്നു. സോ ഇയാളുടെ നേരത്തെ 3 വലയങ്ങൾ ഉണ്ടായിരുന്നു, കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല് ഉണ്ടായിരുന്നു. ഇപ്പോൾ എം ഷെല്ലിൽ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ട് കെ ഷെല്ല്, എൽ ഷെല്ലായിട്ട് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഒരു ഇലക്ട്രോണിനെ വിട്ട് കൊടുത്തു, പോസിറ്റീവ് ചാർജ് നേടി, പോസിറ്റീവ് ചാർജ് നേടിയിട്ട് നിൽക്കുകയാണ്. അതായത് ഇയാൾ ഒരു ഇലക്ട്രോണിനെ വിട്ട് കൊടുത്തപ്പോൾ പോസിറ്റീവും, ഇവിടെ ഇലക്ട്രോണിനെ വാങ്ങിച്ചപ്പോൾ പുറത്തും എന്താണ് ഇലക്ട്രോണിനെ വാങ്ങിച്ചപ്പോൾ നെഗറ്റീവായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഇലക്ട്രോണിനെ കൊടുക്കുന്നു വാങ്ങിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോഴും വാങ്ങിക്കുമ്പോഴും അവിടെ ഒരു എനർജി കൊടുക്കേണ്ടതുണ്ട് അല്ലേ. അതായത് ഒരു അയോണൈസേഷൻ എനർജി എന്നാണ് അതിന് പറയുക. അതെന്താണ് അയോണൈസേഷൻ എനർജി? ഒന്നുമില്ല, അതായത് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ. അതായത് അവരുടെ ബാഹ്യതമ ഷെല്ലിലുള്ള ആ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന എലമെൻറ്റുകളെ വിട്ട് കൊടുക്കുക അല്ലേ. അതായത് അതിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു എനർജി അവിടെ കൊടുക്കേണ്ടി വരും. അതിനെയാണ് ആ ഒരു എനർജിയിലൂടെയുള്ള ആ ഒരു പിന്നെ എന്താണ് ആ ഒരു ഊർജ്ജത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആ ഒരു എനർജി അല്ലേ. ആ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോണിനെ വിട്ട് കൊടുക്കുന്ന ആ ഒരു എനർജീനെയാണ് അയോണൈസേഷൻ എനർജി എന്ന് പറയാം. ഓക്കെ, ഇനി
അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിനെ വിട്ട് കൊടുത്ത് പോസിറ്റീവ് അയോണായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ അയോണൈസേഷൻ എനർജി എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അത് നേരെ ഓപ്പോസിറ്റ് നമ്മൾ നെഗറ്റീവ് ചാർജ് ആവുന്നത് കണ്ടിട്ടില്ലേ ഇപ്പോൾ. അതായത് അയോണുകളെ സ്വീകരിച്ചു കൊണ്ട് ആർജിത എൻതാൽപ്പി എന്ന് പറയും. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ദ എനർജി റിലീസ്ഡ് വെൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു എ ന്യൂട്രൽ gaseous as the form of negative ion. ഓക്കെ, അതാണ് ഇലക്ട്രോൺ എൻതാൽപ്പി എന്ന് പറയുന്നത്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, നമ്മൾ ഇലക്ട്രോണുകളെ നേടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അഥവാ ആർജിത എൻതാൽപ്പി എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ സോഡിയവും ക്ലോറിനും കൂടി ചേർന്ന് സ്റ്റെബിലിറ്റി നേടിയിട്ടുള്ളത്, അതായത് സോഡിയത്തിന് ആദ്യം 3 KLM എന്ന് പറഞ്ഞ 3 ഷെല്ലുണ്ടായിരുന്നു. അപ്പോൾ അയാൾ സ്റ്റേബിൾ അല്ല. ഓക്കെ, നേരെ ഇപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും എന്ത് ചെയ്തു, അവിടെ നിന്നും ക്ലോറിൻ്റെ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് 2 ഷെല്ലായിട്ട് മാറി. സോ ഇയാൾ സ്റ്റേബിളായി. ക്ലോറിൻ്റെ കേസാണെങ്കിൽ 3 റൗണ്ട് തന്നെയായിരുന്നു, പക്ഷേ അവിടെ മൂന്നാമത്തതിൽ 7 ഇലക്ട്രോണാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ സോഡിയത്തിൽ നിന്നും 1 സ്വീകരിച്ചു കൊണ്ട് എന്ത് സംഭവിച്ചു, 3 8 ഇലക്ട്രോണായി അല്ലേ. അതായത് 7 എന്നുള്ളത് 8 ഇലക്ട്രോണായി അവിടെ എന്താണ് സ്റ്റേബിൾ എലമെൻ്റായിട്ട് മാറി. ഓക്കെ, അപ്പോൾ അവിടെ പോസിറ്റീവ് കൊടുത്തുകൊണ്ട് പോസിറ്റീവും വാങ്ങിച്ചുകൊണ്ട് ഗെയിൻ ചെയ്തുകൊണ്ട് നെഗറ്റീവായിട്ട് മാറി അല്ലേ. അപ്പോൾ നമ്മൾക്കിപ്പോൾ പെട്ടെന്ന് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇതേപോലെ വരക്കണം എന്നൊക്കെ പറയുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അതിനെ നമുക്ക് കുറച്ചും കൂടി ഷോർട്ടാക്കിയിട്ട് നല്ല വൃത്തിയിൽ എങ്ങനെയാണ് ഇവർ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, എന്നിട്ട് എങ്ങനെയാണ് ഇവർ സ്റ്റേബിൾ ആവുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പുതിയ ഒരു രൂപം പ്രപ്പോസ് ചെയ്തു അല്ലേ. ആരാണ് പ്രപ്പോസ് ചെയ്തത്? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നമുക്ക് പ്രപ്പോസ് ചെയ്തു അല്ലേ. അപ്പോൾ എന്താണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം, എങ്ങനെയാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കുക? നമ്മുടെ കിൽബർട്ട് എൻ ലൂയിസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ നമുക്ക് സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുക നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ സോഡിയത്തിനെ എഴുതാണ്, അതേപോലെ തന്നെ ക്ലോറിനെയും എഴുതാണ്. ഓക്കെ, സോഡിയത്തിനെ എഴുതാണ്, അതേപോലെ തന്നെ ക്ലോറിനെയും എഴുതാണ്. ഓക്കെ, അപ്പോൾ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. ദെൻ ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 17 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ എപ്പോഴും ഡോട്ട് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡോട്ട് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് എഴുതുക അല്ലേ. ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുമ്പോൾ ഇവിടെ സോഡിയത്തിൻ്റെ 11 ആകുമ്പോൾ കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2 8 1. ഇതാണ് സോഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ക്ലോറിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെ വരും? ക്ലോറിൻ്റെ കോൺഫിഗറേഷൻ 2 8 7 ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഒരു ഡോട്ട് ഡയഗ്രത്തിലൂടെ റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ ഡോട്ട് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും ഡോട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് നമ്മൾ കൊടുക്കുക അല്ലേ. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്രയാണോ ഇലക്ട്രോൺ ഉള്ളത് അതിനെയാണ് നമ്മൾ അവിടെ ഡോട്ട് ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് കൊടുത്തു നോക്കാം. ഇവിടെ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 11 ആണ്. കോൺഫിഗറേഷൻ 281 ആണ്. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ദറ്റ് ഈസ് 1 ആണ്. ഓക്കെ, ദറ്റ് ഈസ് 1. ഇനി ഓക്കെ 1 ആണ്.
ഇനി ക്ലോറിൻ്റെത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ആണ്. അപ്പോൾ നമുക്ക് 7 ഡോട്ട് വരച്ചു കൊടുക്കാം. 1 2 3 4 5 6 ദെൻ 7. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ 7 വരച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മൾ 7 വരച്ചു അല്ലേ. ഇനി നമുക്കിതിനെ എങ്ങനെയാണ്, ഇതിപ്പോൾ നമ്മൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് എഴുതിയത്. ഓക്കെ, സോഡിയത്തിൻ്റെ 1 ആണ്, ക്ലോറിൻ്റെ 7 ആണ് അല്ലേ. ഇനി ഇവർ എങ്ങനെയാണ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത് നോക്കാം. വളരെ സിമ്പിളാണ്. സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ സോഡിയത്തിനെ ഞാൻ അവിടെ എഴുതുന്നു. സോഡിയം കൊടുക്കുന്ന ആളായത് കൊണ്ട് തന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. സോഡിയത്തിൻ്റെ ഈ മുകൾ വശത്ത്, ഇവിടെ എഴുതുമ്പോൾ ഇപ്പുറത്തെ സൈഡാവാം, മുകൾ വശത്ത് നമ്മൾ പോസിറ്റീവ് കൊടുക്കുന്നു. ഓക്കെ, മുകൾ വശത്തായിട്ട് പോസിറ്റീവ് കൊടുക്കുന്നു. ഓക്കെ, അത് ഞാൻ അവിടെ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ദെൻ നമ്മൾ അടുത്തത് ക്ലോറിനെ ബ്രാക്കറ്റിൽ എഴുതുന്നു. പക്ഷെ ക്ലോറിൻ വാങ്ങിച്ചത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്ലോറിൻ്റെ ഇലക്ട്രോണിനെ നമ്മളവിടെ റെപ്രസെൻ്റ് ചെയ്യണം. ക്ലോറിൻ്റെ ഇലക്ട്രോണിനെ നമ്മളവിടെ റെപ്രസെൻ്റ് ചെയ്യണം. അതായത് ക്ലോറിന് നമ്മൾ രാസപ്രവർത്തനം നടക്കുന്നതിന് മുമ്പ് ക്ലോറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എത്രയായിരുന്നു? ക്ലോറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് 7 ആയിരുന്നു. അതായത് അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം 7 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ക്ലോറിൻ്റെ ഒരു ഇലക്ട്രോൺ, സോഡിയത്തിൻ്റെ ഒരു ഇലക്ട്രോണിനെയും കൂടി വാങ്ങിച്ചു കൊണ്ട് ക്ലോറിൻ സ്റ്റെബിലിറ്റി കൈവരിച്ചു അല്ലേ. ഇപ്പോൾ ക്ലോറിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 8 അല്ലേ. സോഡിയത്തിന് ഇവിടെ ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്തു? സോഡിയം വാങ്ങിച്ചു, ക്ലോറിൻ വാങ്ങിച്ചു. സോഡിയത്തിൻ്റെ ഇലക്ട്രോണിനെ ക്ലോറിൻ വാങ്ങിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്ര കുറച്ച് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഒരാൾക്ക് ഇവിടെ 281 ആയിരുന്നു. ഓക്കെ, ക്ലോറിൻ്റെ കേസിലാണെങ്കിൽ 287 ആയിരുന്നു. ബട്ട് ഇപ്പോൾ സോഡിയത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് ആൾ സ്റ്റെബിലിറ്റി കൈവരിച്ച് 280 ആയി. ദെൻ ക്ലോറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അവിടെ നിന്നും സോഡിയത്തിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ച് വാങ്ങിച്ച് 288 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇവർ 2 പേരും സ്റ്റെബിലിറ്റി കൈവരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം, അയേണുകളുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. ഒന്നുമില്ല, സോഡിയത്തിൻ്റെ ഒരു ഇലക്ട്രോണിനെ ഡോട്ട് ഡയഗ്രത്തിലൂടെ നമ്മൾ വരച്ചതാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിന് മാത്രം, ഇലക്ട്രോൺ എത്രയാണ് അതിനെ മാത്രമാണ് നമ്മൾ ഈ ഒരു ഡോട്ട് ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം ഇവിടെ നിന്ന് സോഡിയത്തിൻ്റെ ഇലക്ട്രോണിനെ എന്ത് ചെയ്തു? വാങ്ങിച്ചു അല്ലേ. വാങ്ങിച്ച സമയത്ത് ഇവിടെ വേറൊരു കാര്യം ഉണ്ടായി. എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊടുക്കുന്ന ആൾക്ക് അല്ലേ, ആരാണോ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നത് അയാൾക്ക് പോസിറ്റീവ് ചാർജും, ആരാണോ ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നത് അയാൾക്ക് നെഗറ്റീവ് ചാർജും ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ വാങ്ങിച്ചത് ക്ലോറിൻ ആയതുകൊണ്ട് ഇയാൾക്ക് നെഗറ്റീവ് ചാർജും, കൊടുത്തത് നമ്മുടെ സോഡിയം ആയതുകൊണ്ട് അയാൾക്ക് പോസിറ്റീവ് ചാർജും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. നമ്മുടെ ഗിൽബർട്ട് എലോയ്സിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഓക്കെ, ദെൻ നമ്മളവിടെ കാറ്റയോണും ആനയോണും ഓൾറെഡി ഞാൻ പറഞ്ഞു. ദ പോസിറ്റീവ് അയോൺസ് ഫോംഡ് വിത്ത് ലോസ് ഇൻ ഇലക്ട്രോൺസ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ അല്ലേ. നമ്മൾ പോസിറ്റീവ് അയോണായിട്ട്, അതായത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇലക്ട്രോണിന്
വിട്ട് കൊടുക്കുന്ന സമയത്ത് കിട്ടുന്നതാണ് കാറ്റയോൺ. നെഗറ്റീവ് അയോണായിട്ട് മാറിയതാണ് നമ്മുടെ ആനിയോൺ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെയാണ് നമ്മുടെ അയോണിക് കോമ്പൗണ്ടുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നുമില്ല, അയോണിക് കോമ്പൗണ്ട്സ് ആർ ജനറലി സൊല്യൂബിൾ ഇൻ പോളാർ സോൾവെൻറ്റ് സച്ച് ഏസ് വാട്ടർ. വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു പോളാർ സോൾവെൻ്റ് ആണ്. അപ്പോൾ അയോണിക് കോമ്പൗണ്ട് എന്താണ്, സൊല്യൂബിൾ ആണ് വാട്ടറിൽ. ദേ ആർ നോൺ വോളറ്റൈൽ ആൻഡ് ഹാർഡ്, എന്താണ് അത് വോളറ്റൈലാണ് അതേപോലെ ഹാർഡും ആണ്. ദെൻ അയോണിക് കോമ്പൗണ്ട് ആർ നോട്ട് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ ആൻഡ് അക്വസ് സ്റ്റേറ്റ്, അല്ലേ. അതായത് അയോണിക് കോമ്പൗണ്ടുകൾ എന്ത് ചെയ്യൂല, സോളിഡ് സ്റ്റേറ്റിൽ എന്ത് ചെയ്യൂല, കോമ്പൗണ്ടുകൾ ഇലക്ട്രിസിറ്റിയെ കടത്തി വിടില്ല. ഇനി അല്ലാത്ത സമയത്ത് അല്ലാത്ത സമയത്ത് മോൾട്ടൺ സ്റ്റേറ്റിൽ അക്വസ് സ്റ്റേറ്റിൽ എന്ത് ചെയ്യും, കടത്തിവിടും, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടും. ഓക്കെ, ദെൻ ഇനി ടൈപ്സ് ഓഫ് ബോണ്ടിങ്. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ബോണ്ടിങ്? നമ്മൾ 2 ടൈപ്പ് കെമിക്കൽ ബോണ്ടിങ് പഠിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ പഠിച്ചത്, അല്ലേ. ടൈപ്സ് ഓഫ് ബോണ്ടിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ അയോണിക് ബോണ്ടിങ് പഠിച്ചത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് നമ്മുടെ കോവാലൻ്റ് ബോണ്ടിങ്. എന്താണ് നമ്മൾ ഇത്ര നേരം പഠിച്ചതിൽ? ഇലക്ട്രോണുകളെ ട്രാൻസ്ഫർ ചെയ്യുക, പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കലാണ് എന്ത്, നമ്മളെ അയോണിക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ. എന്നാൽ കോവാലൻ്റ് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ദ കെമിക്കൽ ബോണ്ട് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദ കമ്പൈനിങ് ആറ്റംസ്. അതായത് കമ്പൈൻ ചെയ്ത് ഷെയർ ചെയ്യുന്ന ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിട്ട്, അല്ലേ, അതായത് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്ത് കൊണ്ടുണ്ടാക്കുന്ന ഒരു ബോണ്ടിങ്, അതിനെയാണ് നമ്മൾ കോവാലൻ്റ് ബോണ്ടിങ് എന്ന് പറയാം, അല്ലേ. എന്ത് ചെയ്യാണ്, ഒരാറ്റത്തിന് ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കണ്ടാൽ നമുക്കറിയാം 7 ആണ് ഇവിടെ, 1 2 3 4 5 6 7, ഇവിടെ 1 2 3 4 5 6 7, 2 പേർക്കും 7 ഇലക്ട്രോൺസേ ഉള്ളൂ. പക്ഷേ 2 പേരും സ്റ്റേബിൾ അല്ല. പക്ഷേ എന്താ ചെയ്തത്, ഇയാളുടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എയുടെ ഒരാറ്റത്തിനെ ബിക്കും കൊടുത്തു, ബിയുടെ കെമിക്കൽ റിയാക്ഷൻ എടുക്കുന്ന സമയത്ത് എയുടെ ആറ്റത്തിനെ ബിയും എടുത്തു. മനസ്സിലായോ? അപ്പോൾ ഇവർ തമ്മിൽ നമ്മൾ ഫ്രണ്ട്സിന് ചോക്ലേറ്റ്സൊക്കെ ഷെയർ ചെയ്യും പോലെ ഇവർ തമ്മിൽ എന്താണ്, ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു 3 പോയിൻറ്റ്സ് മാത്രം പറഞ്ഞുതരാം. കോവാലൻ്റ് കോമ്പൗണ്ട്സ് എക്സിസ്റ്റ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്. ഇത് 3 ഇതിലും നമുക്ക് കോവാലൻ്റ് കോമ്പൗണ്ടുകളെ കാണാൻ കഴിയും. ദേ ആർ ജനറലി ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ, വാട്ടറിൽ സൊല്യൂബിൾ അല്ല. ദേ ആർ സൊല്യൂബിൾ ഇൻ ഓർഗാനിക് സോൾവെൻറ്റ് ലൈക്ക് കെറോസിൻ, അല്ലേ. അതായത് ഇവർ ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ കെറോസിൻ, അതേപോലെ ബെൻസീൻ, അതേപോലെ കാർബൺ ടെട്രാ ക്ലോറൈഡ്, ഇതിലൊക്കെ എന്ത് ചെയ്യും, ഇവർ സൊല്യൂബിൾ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടി പഠിക്കാം. ദെൻ അടുത്തത് നമ്മുടെ കോവാലൻ്റ് കോമ്പൗണ്ടുകളെ നമുക്ക് വീണ്ടും 3 കാണാൻ കഴിയും. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ദെൻ ട്രിപ്പിൾ ബോണ്ട്. ഏകബന്ധനം, ദ്വിബന്ധനം, ദെൻ ത്രിബന്ധനം. ഓക്കെ,